എൻ്റെ നല്ലവരായ വിദ്യാർത്ഥിനികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. എന്താണ് ഹരിത വിപ്ലവം, അതോടൊപ്പം തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ അതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചെറിയൊരു ടോപ്പിക്കാണ് സബ്സിഡി എന്ന് പറയുന്നൊരു ഭാഗം. സബ്സിഡിക്ക് അനുകൂലമായ വാദഗതികളും സബ്സിഡിക്ക് പ്രതികൂലമായ വാദഗതികളും നമ്മൾ കണ്ടു. ഹരിത വിപ്ലവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. പുതിയ കാർഷിക രീതി അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ സ്വീകരിച്ചു, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനെ ഉപയോഗിച്ചു അല്ലേ, ജലസേചന സൗകര്യം ഉപയോഗിച്ചു, അതുപോലെ തന്നെ ട്രാക്ടർ ഉപയോഗിച്ചു, പമ്പ് സെറ്റ് ഉപയോഗിച്ചു. ഇങ്ങനെ പുതിയ ടെക്നോളജികൾ സ്വീകരിക്കുന്നതിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചു. ഇതിനെയാണ് ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇവിടെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഹരിത വിപ്ലവത്തിലേക്ക് നയിക്കണമെങ്കിൽ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ, ട്രാക്ടർ ഉപയോഗിക്കണമെങ്കിൽ, പമ്പ് സെറ്റ് ഉപയോഗിക്കണമെങ്കിൽ, സ്പ്രേയർ ഉപയോഗിക്കണമെങ്കിൽ, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കണമെങ്കിൽ അതിന് സബ്സിഡി കൊടുക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം വാദിച്ചു. മറ്റൊരു വിഭാഗം പറഞ്ഞു സബ്സിഡിയുടെ ആവശ്യമില്ല, സബ്സിഡി എതിർത്തുകൊണ്ടും സംസാരിച്ചു. ഈ രണ്ട് വാദഗതികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സബ്സിഡിക്ക് അനുകൂലമായ വാദഗതികൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സബ്സിഡിക്ക് എതിരായിട്ടുള്ള, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതിന് വിപരീതമായ വാദഗതികൾ എന്തൊക്കെയെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് സബ്സിഡി വിവാദം. ഹെഡിങ്: ദ ഡിബേറ്റ് ഓവർ സബ്സിഡീസ്. ഡിബേറ്റ്, നമ്മൾ സ്കൂളുകളിലൊക്കെ ഡിബേറ്റ് നടത്താറില്ലേ, വാദഗതികൾ. ഡിബേറ്റ് ഓവർ സബ്സിഡി. എന്താ സബ്സിഡി എന്ന് അറിയാലോ. എന്താ സബ്സിഡി? ഇളവുകൾ അനുവദിച്ചു കൊടുക്കുക അല്ലെ. ഇപ്പം നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ മെഷീൻ മേടിക്കുകയാണെങ്കിൽ അതിന് 80 നമ്മൾ കൊടുത്താൽ 20,000 രൂപ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും. അതാണ് സബ്സിഡി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പല സാധനങ്ങളും ഇപ്പോൾ ഈ ഉദാഹരണം ഫോർ എക്സാമ്പിൾ ഒരു 5-6 വർഷം മുമ്പ് വന്ന് ഈ കാർഡ് കിട്ടുന്ന വിഷയം വന്ന സമയത്ത് 20,000 രൂപയായിരുന്ന മെഷീൻ്റെ വില. അതിന് 12,500 കൊടുത്താൽ മതി, ബാക്കി 7,500 രൂപ സബ്സിഡി കൊടുക്കും. നമ്മൾക്കറിയാം രാസവളങ്ങൾ അങ്ങനെയാണ്, കീടനാശിനികൾ അങ്ങനെയാണ് അല്ലേ. ഇപ്പൊ ക്ഷീര കർഷകർക്കാണെങ്കിൽ പിണ്ണാക്കൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചൊരു 100 രൂപ വിലയുള്ള സാധനമാണെങ്കിൽ 75 നമ്മൾ കൊടുത്താൽ മതി, 25 രൂപ ഗവൺമെന്റ് കൊടുക്കും. ഇതാണ് സബ്സിഡി. അപ്പോൾ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുക, വിലയിൽ ഒരു ഭാഗം ഗവൺമെന്റ് വഹിക്കുക അല്ലേ. അതുപോലെ ഗവൺമെന്റ് ലോണുകൾ കൊടുക്കുക, സബ്സിഡികൾ കൊടുക്കുക, പല ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ ആനുകൂല്യങ്ങൾ വേണമെന്നൊരു ഭാഗം വാദിച്ചു. ഈ ആനുകൂല്യങ്ങൾ വേണ്ട, സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മറ്റൊരു വിഭാഗം വാദിച്ചു. ആ വാദഗതികളാണ് നമ്മൾ ഇവിടെ നിരത്താൻ പോകുന്നത്. അനുകൂലമായ വാദഗതികൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ പ്രതികൂലമായ വാദഗതികൾ എന്തൊക്കെയെന്നാണ്. അപ്പോൾ എഴുതിയെടുക്കുക. ഓക്കെ, ആദ്യം എഴുതുക സബ്സിഡി വിവാദം. എഴുതിയോ? ആധുനിക കൃഷിരീതി ഉപയോഗിക്കണമെങ്കിൽ ആധുനിക കൃഷിരീതി ചെലവേറിയതാണ്. അങ്ങനെ എഴുതിക്കോളൂ. ഉപയോഗിക്കണമെങ്കിൽ അല്ല, ഇങ്ങനെ എഴുതുക. ആധുനിക കൃഷിരീതി ചെലവേറിയതാണ്. ഈ കാർഷിക രീതിക്ക് സബ്സിഡി വേണമെന്നും വേണ്ട എന്നും രണ്ട് വാദഗതികളുണ്ട്. The modern agricultural strategy are very expensive. The modern agricultural strategies are very expensive. There is some arguments against and for subsidies. Against there is
there is some arguments against subsidy, there are some arguments for and against subsidies. First heading, പിന്തുണക്കുന്ന വാദഗതികൾ. ഹെഡിങ്, അനുകൂലമായ വാദഗതികൾ. എന്തൊക്കെയാണ് അനുകൂലമായ വാദഗതികൾ എന്നാണ്? അഗെയിൻസ്റ്റ്, ഫോർ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഫോർ സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ്. എന്തൊക്കെയാണ് അനുകൂലമായ വാദഗതികൾ എന്നാണ്? ശ്രദ്ധിക്കുക, ഓരോ പോയിന്റുകൾ പറയും, അതിനുശേഷം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതിയെടുക്കാം. എന്തൊക്കെയാണ് അനുകൂലിക്കുന്ന വാദഗതി? അനുകൂലിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞു? ഒന്നാമത്തെ എന്താ അറിയോ? ദ ബെനിഫിറ്റ് ഈസ് ഗെറ്റിംഗ് ടു റിച്ച്. ഈ സബ്സിഡിയുടെ ആനുകൂല്യം കിട്ടുന്നത് ധനിക കർഷകർക്കായിരിക്കും. ഒന്നാമത്തെ അത് എതിരാണ്. ഒന്നാമത്തെ അനുകൂലമായ വാദഗതികൾ നമ്മൾക്കറിയാം. ഇറ്റ് അട്രാക്റ്റഡ് ടു ദ അഗ്രികൾച്ചർ സെക്ടർ. സബ്സിഡി കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിക്കുന്നു, അല്ലെ? സബ്സിഡി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കും, അങ്ങനെ കാർഷികോൽപാദനം ചെയ്യും. കാർഷിക രീതിയിലേക്ക് വരുന്നതിന് അനുകൂലമായ വാദഗതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ അനുകൂലമായ വാദഗതി എന്ന് പറയുന്നത് കർഷകരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിക്കുന്നു. ക്ലിയർ ആയോ? എന്താ ഒന്നാമത്തെ വാദഗതി? കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിക്കുന്നു, അല്ലെ? അപ്പൊ നമ്മൾ 20,000 രൂപയുടെ മെഷീൻ ആണെങ്കിൽ അത് 12,500 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പം മേടിക്കും, കാരണം 7,500 രൂപ സബ്സിഡി ഉണ്ട്, അല്ലെ? പല രീതികളും സബ്സിഡി കിട്ടുമ്പോൾ വളമായിക്കോട്ടെ, രാസവളങ്ങളായിക്കോട്ടെ, കീടനാശിനികളായിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാക്ടർ ആയിക്കോട്ടെ, പമ്പ് സെറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള മോഡേൺ ടെക്നോളജികളായിക്കോട്ടെ, ഇതെല്ലാം ഉപയോഗിക്കുമെന്ന് അതിനെല്ലാം സബ്സിഡി കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കാം. അപ്പൊ അങ്ങനെ കാർഷിക മേഖലയിലേക്ക് പുതിയ കർഷകരെ ആകർഷിക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പൊ എഴുതി വെക്കുക. ഒന്നാമത്തത് അനുകൂലമായ വാദഗതി, അട്രാക്ട്സ് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ. അട്രാക്ട്സ് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ. അട്രാക്ട്സ് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ. കൃഷിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ സഹായിക്കുന്നു. കൃഷിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ വാദഗതി എന്താണ്? അട്രാക്റ്റീവ് ആണ്, അല്ലെ? എന്താണ്? അട്രാക്റ്റീവ് ആണ്. എന്താണ്? ഇതിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ നമ്മൾ നോക്കൂ. ഇതിന് രണ്ടാമത്തെ അനുകൂലമായ വാദഗതി, ഓക്കെ, ബെനിഫിറ്റ്. രണ്ടാമത്തെ അനുകൂലമായ വാദഗതി എന്താണ്? ടു എൻകറേജ് ദ ഫാർമേഴ്സ് ടു ട്രൈ ന്യൂ മെത്തേഡ്സ് ഇൻ അഗ്രികൾച്ചർ. കാർഷിക മേഖലയിൽ പുതിയ രീതി സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാർഷിക മേഖലയിൽ പുതിയ രീതി സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാർഷിക മേഖലയിൽ പുതിയ രീതി സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഇറ്റ് എൻകറേജ് ഫാർമേഴ്സ് ടു ട്രൈ ന്യൂ മെത്തേഡ്സ്. ഇറ്റ് എൻകറേജ് ടു ഫാർമേഴ്സ് ടു അഡോപ്റ്റ് അല്ലെങ്കിൽ എന്താണ്? ടു ട്രൈ മോഡേൺ ടെക്നോളജി. ടു അഡോപ്റ്റ് മോഡേൺ ടെക്നോളജി എന്താണ്? ഇറ്റ് എൻകറേജ് ടു ഫാർമേഴ്സ് for what? To try farmers to try the modern എന്താണ് ടെക്നോളജി, അല്ലെ? എന്താണ്? എൻകറേജ് ഫാർമേഴ്സ് ടു ട്രൈ ടു അഡോപ്റ്റ് മോഡേൺ ടെക്നോളജി, അല്ലെ? ഇങ്ങനെ സബ്സിഡികൾ കൊടുക്കുമ്പോൾ പുതിയ കർഷകരെ പുതിയ ടെക്നോളജികള്, പുതിയ രീതികള് സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സബ്സിഡി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾ വാങ്ങിക്കും. സബ്സിഡി കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ചാൽ കാർഷിക മേഖലയിൽ അത് ഉപയോഗപ്പെടുത്തും. അങ്ങനെ കാർഷികോൽപാദനം വർദ്ധിക്കുന്നു, അല്ലെ? ഇപ്പൊ പുതിയ ടെക്നോളജികള് കർഷകരെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതിന്, കർഷകരെ കൊണ്ട് അത് ഉപയോഗിക്കുന്നതിന്, അത് അഡോപ്റ്റ് ചെയ്യുന്നതിന്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്താണ്? ഇറ്റ് എൻകറേജ് സബ്സിഡി എൻകറേജ് ദ ഫാർമേഴ്സ് ടു ട്രൈ ടു അഡോപ്റ്റ് ടു യൂട്ടിലൈസ് ദ മോഡേൺ ടെക്നോളജി. പുതിയ ടെക്നോളജികൾ സ്വീകരിക്കാൻ ഫാർമേഴ്സിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അനുകൂലമായ വാദഗതി എന്ന്
പറയുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മറ്റൊരു മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ്, കൃഷി ലാഭകരമല്ലാത്ത ഒരു ബിസിനസ് ആയതാൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് സബ്സിഡി അനിവാര്യമായ ഘടകമാണ്. കാർഷിക മേഖല അത്ര ലാഭമില്ല. ചിലപ്പോൾ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ല അല്ലേ. ചിലപ്പോൾ നല്ല ലാഭം ലഭിക്കും, ചിലപ്പോഴോ വല്ല എന്തെങ്കിലും ഫ്ലഡോ അതല്ലെങ്കിൽ എന്താണ് വല്ല വരൾച്ചയോ വെള്ളപ്പൊക്കമോ എന്തെങ്കിലും വന്നാൽ കാർഷിക മേഖല നശിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ കൃഷി അത്ര ലാഭകരമല്ലാത്ത ഒരു കാർഷിക മേഖലയാവുന്നതുകൊണ്ട് എന്നാൽ ജീവിക്കണമെങ്കിൽ കാർഷിക മേഖല അനിവാര്യമാണ്. ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് കൃഷി. അപ്പോൾ കൃഷിയെ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ കാർഷിക മേഖല എന്ന് പറയാത്ത ലാഭോച്ചമല്ല, ലാഭം നേടുന്ന ഒരു മേഖലയുമല്ല. അതുകൊണ്ട് സബ്സിഡി അനിവാര്യമാണ് എന്നാണ്. അഗ്രികൾച്ചർ ഈസ് എ നോൺ പ്രോഫിറ്റബിൾ സെക്ടർ. നോൺ പ്രോഫിറ്റബിൾ സെക്ടർ ആണ് അഗ്രികൾച്ചർ. ദെൻ എന്താ നമ്മൾ പറയാണ്, സബ്സിഡി ഈസ് കമ്പൽസറി അല്ലെ. സബ്സിഡി എന്താണ്? കമ്പൽസറി ആണ് അല്ലെ. കാർഷിക മേഖല അത്ര ഒരു ലാഭകരമായ മേഖല അല്ലാത്തത് കൊണ്ട് സബ്സിഡി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾക്കറിയാം കൃഷിയെ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. കാർഷിക മേഖല ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ അമിതമായ ലാഭം കിട്ടുന്ന മേഖല അല്ലാത്തത് കൊണ്ട് സബ്സിഡി കൊടുക്കണം എന്നാണ് മറ്റൊരു വാദഗതിയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. എഴുതിയെടുത്തോളൂ. കൃഷി ലാഭകരമല്ലാത്ത ഒരു മേഖല ആയതിനാൽ സബ്സിഡി അനിവാര്യമാണ്. ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ. സബ്സിഡീസ് ആർ ഇന്നെവിറ്റബിൾ. ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇന്നെവിറ്റബിൾ INEVITABLE inevitable in India where agriculture is a non-profit business. Okay, മൂന്നാമത്തെ പറയുകയാണെങ്കിൽ പാവപ്പെട്ട കർഷകർക്ക് എന്താണ് ആധുനിക കാർഷിക രീതി വാങ്ങുന്നതിന് സഹായിക്കും അല്ലെ. പുതിയ കാർഷിക രീതികൾ വാങ്ങിക്കുന്നതിന്, പുതിയ കാർഷിക മെത്തേഡുകൾ സ്വീകരിക്കുന്നതിന്, പുതിയ കാർഷിക ടൂളുകൾ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന്, പുതിയ കാർഷിക മെഷീനറികൾ വാങ്ങിക്കുന്നതിന് പാവപ്പെട്ട കർഷകനെ സഹായിക്കും. ആര്? ഈ സബ്സിഡി കൊണ്ട് അല്ലെ. സബ്സിഡി കൊടുക്കുമ്പോൾ നമ്മൾക്കറിയാം പാവപ്പെട്ട കർഷകർക്ക് അതുകൊണ്ട് എന്താണ് പുതിയ ടെക്നോളജി. ഇപ്പോൾ ഒരു ട്രാക്ടർ വാങ്ങിക്കണമെങ്കിൽ അവന് കഴിയില്ല, അല്ലെങ്കിൽ ഒരു പമ്പ് സെറ്റ് മേടിക്കണമെങ്കിൽ കഴിയില്ല. അപ്പൊ സബ്സിഡി കൊടുക്കുമ്പോൾ അതൊരു ആനുകൂല്യമല്ലേ പാവപ്പെട്ട ജനങ്ങൾക്ക്. ഇപ്പൊ പാവപ്പെട്ട ജനങ്ങൾക്ക് ചെലവേറിയ പുതിയ ഇൻപുട്ടുകള്, പുതിയ നിവേശങ്ങള്, പുതിയ യൂണിറ്റുകള്, പുതിയ ടെക്നോളജികള് സ്വീകരിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, എന്താണ് നമ്മൾക്കറിയാം പുവർ പീപ്പിളിന്, പാവപ്പെട്ടവർക്ക് ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ, പുതിയ രീതികൾ സ്വീകരിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, എഴുതിയെടുത്തോളൂ. ആധുനിക നിവേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്. മോഡേൺ ടെക്നോളജി. ആധുനിക നിവേശങ്ങൾ വാങ്ങിക്കുന്നതിന് പാവപ്പെട്ട കർഷകരെ സഹായിക്കുന്നു. പാവപ്പെട്ട കർഷകർക്ക് സഹായകമാകും. സബ്സിഡീസ് ഹെൽപ്പ് പുവർ. help poor farmers to buy modern agricultural inputs. Buy modern agricultural inputs. മറ്റൊരു പോയിന്റ്, ധനിക കർഷകനും ദരിദ്ര കർഷകനും തമ്മിലുള്ള അന്തരം കുറക്കാൻ സഹായിക്കും. It reduces the gap between inequality between rich and poor farmers. എന്താണ്? ധനിക കർഷകനും ദരിദ്ര കർഷകനും തമ്മിലുള്ള ഗ്യാപ്പ്, അന്തരം കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നു. ആരാണ്? റിച്ച് ഫാർമേഴ്സും പുവർ ഫാർമേഴ്സും. പാവപ്പെട്ട കർഷകനും പണക്കാരനായ കർഷകനും തമ്മിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നു. It reduces the inequality between rich and poor farmers. എന്താണ്? It reduce ഇനീക്വാലിറ്റി. അസമത്വം, അന്തരം, ഗ്യാപ്പ്. ഇനീക്വാലിറ്റി ബിറ്റ്വീൻ
റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. ധനിക ദരിദ്ര കർഷകർ തമ്മിലുള്ള അന്തരം കുറക്കാൻ സഹായിക്കും. ഓക്കെ, മറ്റൊരു പോയിന്റ് പറയണമെങ്കിൽ എപ്പോഴും എന്താണ് ഒരു റിലീഫ് ഉണ്ടാവും, ദുരിതാശ്വാസങ്ങൾ ഉണ്ടാകാൻ, വരൾച്ച ഉണ്ടാവാൻ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാൻ കാർഷിക മേഖലയ്ക്ക് സാധ്യത കൂടുതലാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു രക്ഷപ്പെടലാകും എന്ത്? സബ്സിഡി. മനസ്സിലായോ? അതായത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അമിതമായിട്ട് വരൾച്ച വന്നാൽ, വറ്റി വരണ്ടാൽ കാർഷിക മേഖല തകർന്നു പോകുന്നു. ഇനി നല്ലവണ്ണം മഴ പെയ്ത് വെള്ളം മൂടിയാലോ അപ്പോഴും കാർഷിക മേഖല നശിച്ചു പോകാനുള്ള സാധ്യത കാർഷിക മേഖലയിൽ കൂടുതലാണ്. അതുകൊണ്ട് എന്താണ്, അതായത് ദുരിതാശ്വാസ നിധി അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ എന്തെങ്കിലും നാശം സംഭവിച്ചാൽ ആ ദുരിതാശ്വാസ നിധി പോലെ ഒരു പ്രത്യേകമായിട്ട് ഒരു പാക്കേജ് ഈ സബ്സിഡിയായി മാറും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ക്ലിയർ ആയല്ലോ? എന്താണ് ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ കാർഷിക മേഖല എന്തെങ്കിലും നാശം സംഭവിച്ചാൽ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ദുരിതാശ്വാസ നിധിയായിട്ട് ഇത് മാറും എന്നുള്ളതും ഇതിന്റെ ഒരു വസ്തുതയായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. ഓക്കെ, എഴുതിയെടുക്കുക. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ സഹായിക്കുന്നു. ഇംഗ്ലീഷിലുള്ളത് എഴുതുന്ന ആളുകൾ, ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രീറ്റ് റിലീഫ് ദുരിതാശ്വാസം. Subsidies provide great relief to farmers to overcome loss due to unfavorable weather condition. Unfavorable weather, അനുകൂലമല്ലാത്ത weather conditions. Unfavorable എന്താണ്? നമ്മൾ ക്ലൈമറ്റിന് ജനമായി unfavorable climate condition. Okay, next അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, കൃഷി വ്യാപിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ദ അഗ്രികൾച്ചർ. കാർഷിക മേഖല കൂടുന്നതിന്, കാർഷിക മേഖലയുടെ വ്യാപനത്തിന് ഇത് സഹായിക്കുന്നു എന്നാണ്. എന്താണ്? കാർഷിക മേഖല ഇൻക്രീസ് ദ അഗ്രികൾച്ചർ. ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് അഗ്രികൾച്ചർ. കാർഷിക വ്യാപനത്തിന് സഹായിക്കുന്നു അല്ലെ? കാർഷിക മേഖലയുടെ വളർച്ചക്ക്, കാർഷിക ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക വളർച്ചക്ക്, കാർഷിക വ്യാപനത്തിന് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ക്ലിയർ ആയല്ലോ? അതായത് ഇങ്ങനെ എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങും, സബ്സിഡി കൊടുക്കുമ്പോൾ എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ നമ്മൾക്കറിയാം നെൽകൃഷി നമ്മുടെ നാട്ടിൽ നശിച്ചു പോയിരുന്നു അല്ലെ? ഇപ്പൊ നെൽകൃഷി എന്താണ്? നെല്ലിന് ഒരുപാട് സബ്സിഡി, വിളവെടുപ്പിന് അല്ലെങ്കിൽ വിളത്തിന്റെ വിത്ത് വാങ്ങുന്ന, അല്ലെങ്കിൽ എന്താണ് വിളവെടുപ്പിന് വേണ്ട വിത്ത് വാങ്ങുന്നതിന്, എന്താണ് അല്ലെങ്കിൽ വിള ഇറക്കുന്നതിന് വേണ്ട വിത്ത് വാങ്ങാൻ സഹായിക്കുന്നു, വളം വാങ്ങാൻ സഹായിക്കുന്നു, സബ്സിഡി മറ്റുള്ള രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും സബ്സിഡി കൊടുക്കുന്നു. ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പൊ കാർഷിക മേഖല വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു. എന്തൊക്കെയാണ് ഇതിന് അനുകൂലമായ വാദഗതികൾ എന്തൊക്കെയെന്നാണ്? ഒന്നാമത്തെ പറയാണ് എന്ത്? ഇത് അഗ്രികൾച്ചറിലേക്ക് അട്രാക്ട് ചെയ്യും, ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ വാദഗതി. അതുപോലെ തന്നെ നമുക്കറിയാം, പുതിയ മോഡേൺ ടെക്നോളജികൾ സ്വീകരിക്കണമെങ്കിൽ സബ്സിഡി അനിവാര്യമാണെന്ന് പറയുന്നു. ഓക്കെ, മറ്റൊന്ന് പറയണേ, കാർഷിക മേഖല അത്ര ലാഭം കിട്ടുന്ന മേഖലയല്ല, അതുകൊണ്ട് സബ്സിഡി കൊടുക്കല് അനിവാര്യമാണ്. ഓക്കെ, മറ്റൊരു വാദഗതി പറയാണ്, പാവപ്പെട്ട കർഷകനാണ് അല്ലെങ്കിൽ പാവപ്പെട്ട കർഷകർക്ക് പുതിയ ടെക്നോളജികൾ സ്വീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് സബ്സിഡി കൂടിയേ തീരുള്ളൂ എന്ന് മറ്റൊരു മേഖല. അതുപോലെ തന്നെ എന്താണ്, ഒരു റിലീഫായിട്ട് ഒരു എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ ആ നാശനഷ്ടങ്ങൾക്ക് ഒരു പരിഹാര മാർഗമായിട്ട്, ഒരു എന്താണ് റിലീഫായിട്ട്, ഒരു ദുരിതാശ്വാസ ഫണ്ടായിട്ട് ഇത് മാറുന്നു എന്നുള്ളതും മറ്റൊന്ന് പറയുന്നു. മറ്റൊരു മേഖല പറയുകയാണെങ്കിൽ
പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇത് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാൽ അതിൽ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, കാർഷികോൽപാദനം വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു. ഓക്കെ, കൃഷി കാർഷിക മേഖലയുടെ വ്യാപനത്തിന് സഹായിക്കുന്നു. ഇനി എതിർത്തുള്ള വാദഗതികൾ എഴുതിക്കൊള്ളി. ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡീസ്. സബ്സിഡിക്ക് എതിരായിട്ടുള്ള, സബ്സിഡിക്ക് എതിർത്തുകൊണ്ടുള്ള വാദഗതികൾ എന്തൊക്കെയെന്നാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ചെറിയൊരു ഭാഗമാണ്, 2-3 പോയിന്റുകളുണ്ട്. എതിർത്തുള്ള വാദഗതികൾ. ഒന്നാമത്തേത്, benefit is getting to rich people. ആർക്കാ ആനുകൂല്യം കിട്ടുന്നത്? പണക്കാരനായിരിക്കും. എന്താണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നത്? സബ്സിഡിയുടെ ആനുകൂല്യം പറ്റുന്നത് ധനിക കർഷകനായിരിക്കും എന്നാണ്. എഴുതിക്കോളൂ. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? എന്താണ്? സബ്സിഡിയുടെ ആനുകൂല്യം പറ്റുന്നത് ആരായിരിക്കും? റിച്ച് ഫാർമേഴ്സ് ആണ്. സബ്സിഡിയുടെ ആനുകൂല്യം പറ്റുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ട്രാക്ടർ ഉപയോഗിക്കാൻ പറ്റുന്നത്, പമ്പ് സെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കായിരിക്കും? ധനിക കർഷകനാണ്. പാവപ്പെട്ട കർഷകരൊന്നും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. എന്ത് സബ്സിഡി കൊടുത്താലും കുറച്ച് ക്യാഷ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നത്, നല്ല കീടനാശിനികൾ ഉപയോഗിക്കാൻ കഴിയുന്നതെല്ലാം ആർക്കായിരിക്കും? ധനിക കർഷകനായിരിക്കും. അപ്പോ ഇതിന്റെ ബെനിഫിറ്റ് ഈസ് ഗെറ്റിംഗ് ടു റിച്ച് പീപ്പിൾ. ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. ബെനിഫിറ്റ് ഈസ് ഗെറ്റിംഗ് ടു റിച്ച്. ആനുകൂല്യം കിട്ടുന്നതായിരിക്കും ധനിക കർഷകനായിരിക്കും. എതിരെ രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ബെനിഫിറ്റ് ഈസ് ഗെറ്റിംഗ് ടു കമ്പനി. രാസവളങ്ങൾക്കുള്ള ആനുകൂല്യം കിട്ടുന്നത് രാസവള നിർമ്മാണ കമ്പനികൾക്കായിരിക്കും എന്ന. കർഷകനല്ല ആനുകൂല്യം കിട്ടുക. ഇതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും? കമ്പനികൾക്കാണ് കിട്ടുക, അല്ലാതെ കർഷകനല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സബ്സിഡി കൊടുക്കേണ്ടതില്ല എന്നാണ് രണ്ടാമത്തെ വാദഗതി. ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും എല്ലാം സബ്സിഡി കൊടുക്കുമ്പോൾ ആ സബ്സിഡിയുടെ ആനുകൂല്യം പറ്റുന്നത്, അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കായിരിക്കും? കമ്പനിക്കായിരിക്കും, കമ്പനികൾക്കാണ്. അല്ല മറിച്ചാർക്കല്ല, ഫാർമേഴ്സിനല്ല. അതുകൊണ്ട് സബ്സിഡി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു വാദഗതി. എഴുതിയെടുത്തോളൂ. മേജർ പാർട്ട് ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി goes to the industry. Major part of fertilizer subsidy goes to industry. Okay, goes to industry. എഴുതിക്കോളൂ. എന്താണ്? രാസവളങ്ങളുടെ സബ്സിഡി കമ്പനികൾക്കാണ് ലഭിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ പറയാണ്, രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യം കൊടുക്കുമ്പോൾ അതിന്റെ സബ്സിഡി കിട്ടുന്ന ആർക്കായിരിക്കും? കമ്പനികൾക്ക് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ പറയാണ് എന്താ അറിയോ? കൃഷി ഇപ്പൊ കുറെ ആദായകരമൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് സബ്സിഡി കൊടുക്കണ്ട. കൃഷി നല്ല ആദായകരമാണ്. ഗ്രീൻ റവല്യൂഷന്റെ ഫലമായിട്ട് കാർഷിക മേഖല ഉയർന്നു, കാർഷിക മേഖല വളർന്നു, സെൽഫ് സഫിഷ്യൻസി നേടി, സ്വയം പര്യാപ്തത കൈവരിച്ചു, അമിതമായിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, പ്രൊഡക്ടിവിറ്റി കൂടി എന്നൊക്കെ കണ്ടു. അതുകൊണ്ട് എന്ത് കൊടുക്കണ്ട? സബ്സിഡി കൊടുക്കണ്ട. കൃഷി ഇപ്പൊ നല്ല ലാഭമുള്ള മേഖലയാണ്, അതുകൊണ്ട് സബ്സിഡി കൊടുക്കണ്ട എന്നാണ് മറ്റൊരു വാദഗതിയായിട്ട് ഇവിടെ പരിഗണിക്കുന്നത്. എഴുതിക്കോളൂ. കൃഷി ആദായകരമായി തീർന്നതിനാൽ സബ്സിഡി കൊടുക്കേണ്ടതില്ല. Agriculture made profitable. There is no need. Agriculture is made profitable. Subsidy need not be given. Subsidy need not be given to farmers. Subsidy need not be given to farmers. കർഷകരൊക്കെ നല്ല പൈസക്കാരാ, അതുകൊണ്ട് എന്ത് കൊടുക്കണ്ട? സബ്സിഡി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇത് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു.
it creates the financial burden to government. ഇങ്ങനെ സബ്സിഡി കൊടുക്കുന്നത് കൊണ്ട് സർക്കാർ എന്ത് വരും? സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. എഴുതിക്കോളൂ. It leads to the creation of financial liability, financial burden. It creates the financial burden to governments. It creates financial burden to government. സർക്കാരിന് സാമ്പത്തികപരമായിട്ട് എന്താണ് ഒരു ഭാരം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെ, സബ്സിഡി കൊടുത്താൽ എന്തുണ്ട്? സർക്കാരിന് ആനുകൂല്യം കൊടുക്കുമ്പോൾ ഭാരം വരില്ലേ? സബ്സിഡിന് ഗവൺമെന്റ് നല്ലൊരു ഭാരം വരാൻ കാരണമാകുന്നു. ഓക്കെ, ദെൻ മറ്റൊരു എതിർത്ത വാദഗതി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഎഫിഷ്യന്റ്. ഇത് കാര്യക്ഷമത ഇല്ലാത്ത രീതിയിലാണ്. എഴുതിക്കോളൂ. സബ്സിഡി എന്താണ്? കാര്യക്ഷമത ഇല്ലാത്ത രീതി, അനർഹർക്കാണ് ലഭിക്കുന്നത്. ഓക്കെ, എന്താണ്? നമ്മൾക്കറിയാം എന്താണ്? നോൺ ഫാർമേഴ്സിനൊക്കെയാണ് സബ്സിഡി കൊടുക്കുമ്പോൾ അതിന്റെ ആനുകൂല്യം കിട്ടുന്നത് ആർക്കാണ്? കർഷകർക്കല്ല. ഓക്കെ, എന്ത് എഴുതി വെക്കാം? അപ്പൊ എന്താണ്? അനർഹർക്കാണ് ലഭിക്കുന്നത് അല്ലെ? എന്താണ്? ബെനിഫിറ്റ് ഈസ് ഗെറ്റിംഗ് ടു നോൺ ഫാർമേഴ്സ്. ബെനിഫിറ്റ് ഈസ് ഗെറ്റിംഗ് ടു നോൺ ഫാർമേഴ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മളൊക്കെ ഉണ്ട് ബാങ്കിലൊക്കെ 1 ലക്ഷം രൂപക്ക് അല്ലെങ്കിൽ 3 ലക്ഷം രൂപക്കൊക്കെ 4% സബ്സിഡിക്ക് ലോൺ വെക്കുന്നുണ്ട്. 4% കൊടുത്താൽ മതി. അത് കാർഷിക ലോണാണെന്ന് പറഞ്ഞിട്ടാ ബാങ്ക് നൽകുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ആളുകളൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണോ? കൃഷിക്ക് വേണ്ടിയിട്ടല്ല, പറച്ചിൽ അങ്ങനെയാണ് അല്ലെ? സബ്സിഡി കൊടുക്കുമ്പോൾ ഇപ്പൊ ഗവൺമെന്റ് നമ്മൾക്കറിയാം 4% ഗോൾഡ് ലോൺ കൊടുക്കുന്നത് കാർഷിക മേഖലക്കാണെങ്കിൽ. അപ്പൊ ഈ കാർഷിക മേഖലക്കാണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? അവിടെ നിർത്തിട്ട് നേരെ അപ്പുറത്ത് വേറെ സർവീസ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. പലിശ തെറ്റാണെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ നോക്ക്, അവിടെ സബ്സിഡി കിട്ടും. സബ്സിഡി എന്ന് പറയുന്നത് വെറുതെ ലാപ്സൈപ്പ് അല്ല, അനർഹർക്കാണ് ലഭിക്കുന്നത്. അതും ഇതിന്റെ മറ്റൊരു, അതുകൊണ്ട് സബ്സിഡി കൊടുക്കേണ്ടതില്ല. എന്താണ്? റിയൽ പീപ്പിൾസിനല്ല, റിയൽ പൂർ ഫാർമേഴ്സിനല്ല ലഭിക്കുന്നത്. അതായത് ബെനിഫിറ്റ് ഈസ് ഗെറ്റിംഗ് ടു റിച്ചിനാണ് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, എങ്കിലും പറയാണ് റിച്ചിനാണ് ലഭിക്കുന്നത്, കാശുള്ളവർക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്തല്ല, പാവപ്പെട്ടവന് ലഭിക്കുന്നില്ല, അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ എഴുതേണ്ടത്തിലാണ് ഇത് കാര്യക്ഷമമല്ല. സബ്സിഡീസ് ആർ ഇൻഎഫിഷ്യന്റ് അല്ലെ? ഇൻഎഫിഷ്യന്റ് ആണ്. സബ്സിഡികൾ എങ്ങനെയാണ്? ഒരു ആനുകൂല്യങ്ങള് ഒരു അനർഹർക്കാണ് കിട്ടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താണ്? കൃഷി ലാഭകരമായിരിക്കെ സബ്സിഡി കൊടുക്കേണ്ടത് അനിവാര്യമല്ല എന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ അല്ലെ? പിന്നെ മറ്റൊരു എന്താണ്? മറ്റൊരു ഓക്കെ, സബ്സിഡി കൊടുക്കുന്നില്ല. കൃഷി ലാഭകരമല്ലാതിരിക്കെ തുടർന്നും ഈ മേഖലക്ക് സബ്സിഡി അനുവദിക്കുന്നത് ശരിയല്ല. അതായത് മറ്റൊരു പോയിന്റ് പറയാണ്, കൃഷി ലാഭകരല്ലെങ്കിൽ പിന്നെയും സബ്സിഡി കൊടുക്കേണ്ടതുണ്ടോ? നിർത്തിയല്ലേ വേണ്ടത് അല്ലേ? ലാഭമില്ലാതെ അങ്ങനെ പോകണമെങ്കിൽ വീണ്ടും സബ്സിഡി കൊടുത്തിട്ട് ഓവർ ബേർഡൻ വരേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞു. ലാഭമില്ലാത്തതുകൊണ്ട് സബ്സിഡി കൊടുക്കേണ്ടിരുന്ന നേരത്തെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞാൽ ലാഭമില്ലെങ്കിൽ സബ്സിഡി കൊടുക്കണ്ട, വെറുതെ നശിച്ചു പോകണ പൈസ അല്ലേ. ലാഭമില്ലെങ്കിൽ വീണ്ടും സബ്സിഡി കൊടുത്തിട്ട് അത് വെറുതെ ലാപ്സ് ആയി പോകണം, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന, നഷ്ടം സംഭവിക്കുന്ന സ്ഥിതിയിലേക്ക് വരരുത് എന്നാണ് മറ്റൊരു എതിർത്ത വാദഗതി. എന്താണ്? കാർഷിക മേഖല ലാഭകരമല്ലെങ്കിൽ സബ്സിഡി കൊടുക്കേണ്ടതില്ല. ക്ലിയർ ആയല്ലോ? നേരത്തെ പറഞ്ഞു അനുകൂലമായ വാദഗതിയും പറഞ്ഞു, എന്ത്? ലാഭകരമല്ല, അതുകൊണ്ട് സബ്സിഡി കൊടുക്കണം. ഇവിടെ പറയുന്നത് ലാഭം അല്ലെങ്കിൽ പിന്നെ എന്തിനാ സബ്സിഡി കൊടുക്കുന്നു? ആ പണം വെറുതെ പോവില്ലേ? അതുകൊണ്ട് ലാഭകരമല്ലാത്തത് കൊണ്ട് സബ്സിഡി കൊടുക്കേണ്ടതില്ല. എഴുതിക്കോളൂ. കൃഷി ലാഭകരമല്ലാത്തതിനാൽ സബ്സിഡി അനുവദിക്കുന്നത് ശരിയല്ല. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ. agriculture becomes unprofitable. കാർഷിക മേഖല ലാഭകരമല്ല. ഓക്കെ, എന്താണ്? ലാഭകരമല്ലാത്തത് കൊണ്ട്, അൺപ്രോഫിറ്റബിൾ ആവുന്നത് കൊണ്ട് സബ്സിഡി കൊടുക്കേണ്ടതില്ല. ഓക്കെ, മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇത് എന്താണ്?
ഈ സബ്സിഡി കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയോ, അത് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസിന് കാരണമാകുന്നു. ഇറ്റ് ലീഡ്സ് ടു വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. ഇറ്റ് ലീഡ്സ് ടു വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. വിഭവങ്ങൾ പാഴാക്കി കളയാനുള്ള സാധ്യത കൂടുതലാണ്. വിഭവങ്ങൾ പാഴാക്കി കളയാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സബ്സിഡി ഒക്കെ കൊടുക്കുമ്പോൾ വെറുതെ കിട്ടിയാൽ അത് നശിപ്പിച്ച് കളയും അല്ലേ. കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ റിയൽ വാല്യൂ ഉണ്ടാവും, റിയൽ മൂല്യം കണക്കാക്കും. ഇത് റിയൽ വാല്യൂ അല്ലേ, ഇത്ര കൊടുത്തിട്ട് കിട്ടിയതല്ല, അപ്പോൾ അത് വിഷയമെല്ലാം തോന്നും. പക്ഷെ ഗവൺമെന്റിന് വേണം വന്നിട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5000 രൂപയുടെ സാധനം വേണ്ട 100 രൂപയുടെ സാധനം നമുക്ക് 20 രൂപക്ക് തന്നു, 80 ഗവൺമെന്റ് കൊടുത്തു വിചാരിക്കാം. നമ്മൾ 100 കൊടുത്ത് വാങ്ങുന്ന അതേ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുമോ? കാരണം എന്താ, ആക്ച്വലി അതിന് 100 രൂപ വില ഉണ്ട്, നമ്മൾ 20 കൊടുക്കുന്നുള്ളൂ. കാരണം അപ്പം നമ്മളെ പ്രവർത്തനം എങ്ങനെ 20 രൂപയുടെ മൂല്യം നമ്മൾ കണക്കാക്കുക അല്ലേ. അപ്പോൾ അവിടെ റിസോഴ്സസ് അണ്ടർ യൂട്ടിലൈസേഷന് അല്ലെങ്കിൽ അത് അൺഎഫിഷ്യൻ്റ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഫാൾട്ടായിട്ട്, ഒരു പരാജയമായിട്ട് അല്ലെങ്കിൽ സബ്സിഡിക്ക് എതിരായിട്ടുള്ള ഒരു വാദഗതിയായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അതായത് സബ്സിഡി കൊടുക്കേണ്ടതില്ല. കാരണം എന്താണ്, ഈ സബ്സിഡി കൊടുത്താൽ അതിൻ്റെ റിയൽ വാല്യൂ അവിടെ മെഷർ ചെയ്യാതെ പോകുന്നു, യഥാർത്ഥ മൂല്യം കണക്കാക്കാതെ പോകുന്നു. അതുകൊണ്ട് അത് നഷ്ടം എന്താണ്, അവിടെ ഇൻഎഫിഷ്യൻ്റ് ആവും, കാര്യക്ഷമമല്ലാത്ത രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുക. അതുകൊണ്ട് സബ്സിഡി കൊടുക്കേണ്ടതില്ല എന്നാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു 10,000 രൂപയുടെ സാധനം നമുക്ക് 2000 തന്നു, 8000 രൂപ ഗവൺമെന്റ് കൊടുത്തു. അപ്പൊ നമ്മള് ഈ ആദ്യമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ നമ്മളെങ്ങനെ ഇതിനെ കാണാൻ 2000 രൂപ കൊടുത്ത് വാങ്ങിയാലോ കേടുവന്നാലും കുഴപ്പമില്ല എന്നാ തോന്നുക അല്ലെ. അവിടെ അണ്ടർ യൂട്ടിലൈസേഷനാണ് നടക്കുന്നത്. അവിടെ നമ്മൾ എന്താണ്, ബെറ്റർ യൂട്ടിലൈസേഷൻ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, എന്താണ്, ഇറ്റ് ലീഡ്സ് ടു ദ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് വേസ്റ്റ് ആയി പോകുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയായിട്ട്, മറ്റൊരു പോയിന്റ് ആയിട്ട് നമ്മൾ. അപ്പോൾ നമ്മൾ അനുകൂലമായ വാദഗതികളും പ്രതികൂലമായ വാദഗതികളും കണ്ടു അല്ലെ. സബ്സിഡിക്ക് അനുകൂലമായ വാദഗതികള്, ലാസ്റ്റ് സബ്സിഡിക്ക് പ്രതികൂലമായ വാദഗതികൾ കണ്ടു. അഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ്, വേസ്റ്റ് ആക്കി പോകാൻ റിസോഴ്സസ് എന്താണ് കാര്യക്ഷമമല്ലാതെ അല്ലെങ്കിൽ അത് പാഴാക്കി കളയാനുള്ള സാധ്യത വളരെ കൂടുതൽ. യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെ എഴുതി വെക്കുക, ലാസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെ വിഭവങ്ങളെ പാഴാക്കി കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അല്ലെ. ഇറ്റ് ലീഡ്സ് ടു ദ വേസ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. ഓക്കെ, അപ്പൊ നമ്മൾ സബ്സിഡിക്ക് അനുകൂലമായ വാദഗതികൾ കണ്ടു, സബ്സിഡിക്ക് എതിരായിട്ടുള്ള വാദഗതികൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഈ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെ, കാർഷിക മേഖല കണ്ടു അല്ലെ. നമ്മൾ കണ്ടു 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തില് എന്താണ്, കാർഷിക മേഖലയാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മൾ ആദ്യം കണ്ടു കാർഷിക മേഖലയിൽ വന്ന 2 വ്യതിയാനങ്ങളിൽ, ഒന്ന് ലാൻഡ് റിഫോംസ്, രണ്ടാമത്തെ എന്താണ് ഗ്രീൻ റവല്യൂഷന്. അതിൽ ഗ്രീൻ റവല്യൂഷന്റെ ഗുണങ്ങളും അതിന്റെ ദോഷങ്ങളും പഠിച്ചു. അതിനുശേഷം ഗ്രീൻ റവല്യൂഷനിലേക്ക് നയിക്കണമെങ്കിൽ, ഹരിത വിപ്ലവത്തിലേക്ക് നയിക്കണമെങ്കിൽ ഒരു സബ്സിഡി അനിവാര്യമാണ്. സബ്സിഡി വേണമെന്നും വേണ്ട എന്നും പറയുന്ന 2 വാദഗതികളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരും. അതുവരെയൊക്കെ